ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഒരു മാസം മുന്നേ തിയേറ്ററുകളിലും ഒരാഴ്ച മുന്നേ ആമസോൺ പ്രൈമിലും OTT റിലീസ് ചെയ്ത വൻ തരംഗമായ സിനിമയാണല്ലോ ഫഹദ് നായകനെത്തിയ ആവേശം. ആഴ്ചകൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ വിവിധ മലയാളം സിനിമകളിൽ ഏറ്റവും പുതിയ വെള്ളിയാഴ്ചയും ഇപ്പോഴത്തെ OTT റിലീസ് ചെയ്ത ആവേശം എന്ന സിനിമ ട്രാക്കിംഗ് കളക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നേ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ആദ്യമേ നിവിന്റെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഇന്നലെ ഇതേ സമയം 2,77,000 പരമായിരുന്നെങ്കിൽ ഇന്ന് 2,29,000 പരമാണ് കേരള ഗ്രോസ് ട്രാക്കിംഗ് കളക്ഷൻ. മലയാളിക്കും ഒരാഴ്ച മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ ദിലീപിന്റെ പവി കെയർ ടേക്കർ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഇന്നലെ ഇതേ സമയം 2,95,000 മുകളിലായിരുന്നെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച ദിവസം അത് 1,80,000 മുകളിൽ മാത്രമാണ്. അതേസമയം വർഷങ്ങൾക്ക് ശേഷം എന്ന ആവേശം എന്ന സിനിമയോടൊപ്പം തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 1,26,000 പരമായിരുന്നെങ്കിൽ ഇന്ന് 1,21,000 മുകളിലാണ്. ഇപ്പോഴത്തെ ഈ പറഞ്ഞ പവി കെയർ ടേക്കർ, മലയാളി ഫ്രം ഇന്ത്യ, വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളെക്കാൾ മുകളിലേക്ക് ഫഹദിന്റെ ആവേശം കേരള ട്രാക്കിംഗ് ഇന്ന് വെള്ളിയാഴ്ച ദിവസം എത്തപ്പെട്ടിരിക്കുകയാണ്. ആവേശത്തിന് ഇന്നലെ ഇതേ സമയം 3 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് 2,32,000 മുകളിലേക്ക് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നും ഏകദേശം 5 ലക്ഷത്തോളം ഫഹദിന്റെ ആവേശം എന്ന സിനിമയ്ക്ക് കേരളത്തിൽ ഗ്രോസ് ഉണ്ടാകും. ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ച OTT റിലീസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ പുതുതായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിൽ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയ്ക്ക് നല്ലൊരു കോമ്പറ്റീഷനായിട്ട് ചിത്രം മാറിയനെ. ഇനി അവസാനമായിട്ട് പൃഥ്വിരാജിന്റെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ രണ്ടാം ദിവസം ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കേരള ട്രാക്കിംഗ് ഗ്രോസ് കളക്ഷൻ എല്ലാം തന്നെ നേടിയെടുത്ത് വൻ തരംഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. ഒരു ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയ്ക്ക് ആദ്യ ദിവസം മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമാകുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ്. കുടുംബ പ്രേക്ഷകർ സിനിമയെ ഏറ്റെടുക്കുന്നു, ഒപ്പം തന്നെ കുടുംബ പ്രേക്ഷകരുടെ വലിയൊരു ഒഴുക്ക് തിയേറ്ററുകളിലേക്ക് നാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബുക്ക് മൈ ഷോ സ്റ്റാറ്റസിൽ നിന്ന് വ്യക്തമാകുന്നത്. മണിക്കൂറിൽ 10,000 ടിക്കറ്റുകളെല്ലാം തന്നെയാണ് ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ ആയിട്ട് വിറ്റഴിക്കപ്പെട്ടതെങ്കിൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രിയുടെ 15,000 മുകളിലേക്ക് സിനിമയുടെ ടിക്കറ്റ് വിൽപ്പന കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സ്, ഒപ്പം തന്നെ ആവേശം എന്നീ സിനിമകൾക്ക് ശേഷം 15,000 ടിക്കറ്റുകളെല്ലാം തന്നെ കിടക്കുന്ന മറ്റൊരു മലയാളം സിനിമ കൂടിയായിട്ട് ചിത്രം ഈ വർഷം മാറിയിരിക്കുകയാണ്. അപ്പോൾ കാത്തിരിക്കൂ, ആവേശത്തിന് ശേഷം തിയേറ്ററുകളിലെ വൻ തരംഗമായിട്ട് ഓടുന്ന ഗുരുവായൂർ അമ്പലനടയിൽ വാർത്തകൾ കേട്ട്.